ഒരുങ്ങാം യാഹ നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ. പല്ലവിയും ഒന്നാമത്തെ ചരണവും പാടാം. പുസ്തകത്തിൽ നിന്ന് 2-3 ഭാഗങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-18 വാക്യങ്ങൾ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. 18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു മനസ്സിൻ്റെ ഭാവങ്ങൾ നമ്മളിൽ എന്ന വിഷയം ആധാരമാക്കി ഇപ്പോൾ ഈ വായിച്ചു കേട്ട 2-3 വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ ഈ സന്ധ്യയിൽ ഒരുമിച്ച് പങ്കിടാം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. 2 വാക്കുകൾ ഈ ഒരു ചിന്താവിഷയത്തിലുണ്ട്. ഒന്ന് ക്രിസ്തു മനസ്സ്, മറ്റൊന്ന് ഭാവം. ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് ക്രിസ്തു? ആരാണ് യേശു? ഈ ഒരു ചിന്തയ്ക്ക് പോൽബലകമായി വേദപുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ 1-ാം ഭാഗമായി പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 മനസ്സ്, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്.
യേശുവിൻ്റെ മനോഭാവങ്ങൾ, ഈ ഭാവം എന്ന വാക്ക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പുറമേ ഉള്ള ഒരു കാഴ്ചയ്ക്ക് ഭാവം എന്ന് പറയാറുണ്ട്. ഇന്നാരുടെ ഭാവം ഇങ്ങനെ. എന്നാൽ അതുപോലെ തന്നെ ഒരാളിൻ്റെ ഭാവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേവലം ബാഹ്യമായി കാണുന്നൊരു കാഴ്ചയ്ക്കപ്പുറമായി അല്പം ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഇത് സഹായകരമായിട്ട് തീരും. മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഉള്ളിലിരിപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആരാണ് യേശു? ആ യേശുവിൻ്റെ ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വിഷയങ്ങൾ ചുരുക്കസമയത്തിനുള്ളിൽ ഒരുമിച്ച് ചിന്തിക്കാം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കോട്ടയം കുഞ്ചി ഭദ്രാസനത്തിൽ കഴിഞ്ഞ വർഷം പഠന വിഷയമായി സ്വീകരിച്ചിരുന്നത് ട്രാവലിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന സഹയാത്രികർ എന്ന വിഷയമായിരുന്നു. മുൻപ് ശുശ്രൂഷ ചെയ്യുന്ന 2 ഭദ്രാസനങ്ങളിൽ മനസ്സ് എന്നൊരു പദ്ധതി ആരംഭിച്ചത് ഓർക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് മാത്രമായിരുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ്. മനസ്സ് എന്ന ഈ പദ്ധതിയിലൂടെയൊക്കെ ആഗ്രഹിച്ചത് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്ന ചില ആളുകളുടെയെങ്കിലും വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടത്തക്കോണം ചില വാർത്തകൾ, ഒന്നുകിൽ വീടില്ല, അല്ലെങ്കിൽ ഓപ്പറേഷന് പണമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് നിവൃത്തിയില്ല, അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, മനസ്സലിവ് എന്നതായിരുന്നു ആ പദ്ധതിയുടെയൊക്കെ ഒരു ചേതോവികാരം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹൂ ഈസ് ക്രൈസ്റ്റ്, യേശു ആരാണ്? യേശുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? അതിനെന്നാ ഇത്ര വലിയ പ്രത്യേകത? തീമോഥെയോസിന്റെ മനസ്സെന്ന് ആരും പറയാറില്ല, അങ്ങനെ പറയുകയും വേണ്ട. എന്നാൽ യേശുവിൻ്റെ മനസ്സ് അതല്പം വ്യത്യസ്തതയുള്ളതാണ്. എന്താണ് ആ യേശുവിൻ്റെ മനസ്സ് പ്രത്യേകതയുള്ളതായി തീരണമെങ്കിൽ, ഹൂ ഈസ് ക്രൈസ്റ്റ് ടു അസ്, യേശു ആരാണ് നമുക്ക്? യേശുവിൻ്റെ മനസ്സ് നമ്മുടെ ഒരു ചിന്താവിഷയമാക്കണമെങ്കിൽ ആരാണ് യേശു? ഇത് നമുക്ക് നന്നായി വെളിവാക്കുന്ന ചില ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. യേശു ആരാണ്? അതിനെ സഹായകരമായ വേദപുസ്തകത്തിലെ 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മത്തായി എഴുതിയ സുവിശേഷം നാം വായിച്ചു കേട്ടാം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പരിചിതമാണ്. ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സഭയുടെ അടിസ്ഥാനം ഈ യേശുവിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. മാമോദീസ, സ്ഥിരീകരണ ശുശ്രൂഷ അല്ലെങ്കിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ മോറോൻ അഭിഷേക ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും പൈതലിന് വേണ്ടി യേശു മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാറുണ്ട്. ആ ശുശ്രൂഷയുടെ അവസാന ഭാഗം കാർമ്മികൻ പ്രബോധനം നൽകുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ യേശു മശിഹായിൽ വിശ്വസിക്കുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നുവെന്ന് സഭയുടെ നാമത്തിൽ
ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ അടിസ്ഥാനം ഈ യേശുവിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന ഇടമാണ് സഭയിലെ സൺഡേ സ്കൂളുകൾ. The basic responsibility lies with the parents. മാതാപിതാക്കളിലുമാണ് ഈ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്. അവരോടാണ് പറയുന്നത്, ഈ പൈതൽ വളരുമ്പോൾ അവർ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയത്തക്ക വിധത്തിൽ വളർത്തണമെന്ന്. 13-ാം വയസ്സിലോ 14-ാം വയസ്സിലോ കുട്ടികൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അറിവോടുകൂടെ കുട്ടികൾ അവർ വരുമ്പോൾ അവർ ഏറ്റുപറയുന്നു അവരുടെ വിശ്വാസം, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നവർ ഏറ്റുപറയുന്നു. മാതാപിതാക്കളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ചുമതലയാണ് ഈ വിശ്വാസം തലമുറകളിലേക്ക് പകരുക എന്നത്, ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം സഭയുടെ അടിസ്ഥാനമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പകരപ്പെടേണ്ടതാണ്. എത്ര മാതാപിതാക്കൾ, എത്ര സൺഡേ സ്കൂൾ അധ്യാപകർ ഇത് ഗൗരവമായി എടുക്കുന്നുണ്ട്. കുട്ടികളെ ദൈവവിഷയമായി സമ്പന്നരാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും എന്ന് പറയാതെ നിവൃത്തിയില്ല. നല്ലവരും വലിയവരും അക്കുക മാത്രമല്ല, ദൈവവിശ്വാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഇന്നിൻ്റെ ആവശ്യം. ഇത് നമുക്ക് കഴിയണം. യേശുവിലുള്ള വിശ്വാസമാണ് സഭയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുവാൻ ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ വിശ്വാസ പ്രഖ്യാപനം വേദപുസ്തകത്തിൽ കാണുന്ന മറ്റൊരു അപ്പോസ്തലൻ്റേതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമാണ്. എങ്കിലും അല്പമായി ഒന്ന് വിശദീകരിക്കട്ടെ. എൻ്റെ കർത്താവ് ശിഷ്യന്മാർക്ക് പലവട്ടം പ്രത്യക്ഷനായി. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശുവിടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഡൗട്ടിങ് തോമസ് എന്ന് പറയപ്പെടുന്ന, ഞാൻ വേറൊരു പേരോട് കൊടുക്കുകയാണ്, ഡെയറിങ് തോമസ്. യെരുശലേം നഗരവീഥിയിൽ ഭയമില്ലാതെ നടക്കുകയായിരുന്നു എൻ്റെ വിചാരം. ബാക്കിയുള്ളവരെല്ലാം മുറിയിൽ വാതിലടച്ചിരിക്കെ ഈ സംശയാലു എന്ന് പറയപ്പെടുന്ന തോമസ് ഭയലേശ്യമെന്നെ, അതുകൊണ്ടാണ് ഞാൻ ഡെയറിങ് എന്ന് പറഞ്ഞത്. ഈ തോമസ് യെരുശലേം നഗരവീഥിയിലൊക്കെ ആയിരുന്നിരിക്കാം. മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ തന്നെ യേശുവിനെ കണ്ടു. എന്നാൽ ശിഷ്യന്മാർക്ക് തൻ്റെ കൂട്ടുകാർക്ക് ലഭിച്ചതായി പ്രത്യക്ഷപ്പെടലിൻ്റെ വാർത്തയിൽ കേട്ടറിവിൽ വിശ്വസിക്കാതെ തനിക്ക് ഇത് അനുഭവം ആകണമെന്ന് താല്പര്യം മാനിച്ച് തോമസിന് വേണ്ടി 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് തോമസിനോട് പറയുന്നു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ വെല്ലാപ്പുറത്ത് കൈയിടുക, ആണിപ്പെണ്ണത്തിൽ വിരലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അവൻ്റെ അറിവ് അവൻ അനുഭവമാക്കി കൊടുക്കുന്നു. തോമസ് അപ്പോസ്തലൻ്റെ ഈ അറിവും അനുഭവവും, ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, അതാണ് AD 52 തോമസ് അപ്പോസ്തലനെ ഭാരതത്തിലേക്ക് വരുവാൻ പ്രേരണയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്. യേശു ക്രിസ്തു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. ഈ അറിവും അനുഭവവുമാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇത് രണ്ടും രണ്ടാണ്. നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിലുള്ള വിശ്വാസം. കേവലം അറിവ് മാത്രമാണ്. ചിലപ്പോൾ കേട്ടറിയുന്നതും കണ്ടറിയുന്നതും വായിച്ചറിയുന്നതും പഠിച്ചറിയുന്നതുമൊക്കെ കേവലം അറിവ് മാത്രമാണ്. എന്നാൽ ഈ അറിവിൻ്റെ കൂടെ അത് അനുഭവമായി തീരുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമായി തീരുന്നത്. താമസിക്കുന്ന ലോകത്തോടെ ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയണം, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, യേശു നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ അറിവിനോട് ചേർന്നുള്ള വിശ്വാസമില്ലാതുള്ള
കാട്ടിക്കൂട്ടലുകളൊക്കെ പരിപാടികളൊക്കെ അതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നുകിൽ വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ ഫോട്ടോ മാന്യായമാണ് എന്ന് വിസ്മരിച്ച് കളയരുത്. ചരമ വാർത്തകളിലും മരണക്കുറിപ്പുകളിലും പോലും മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരും പെരുമയും വലിപ്പവും പെരുപ്പിച്ച് കാണിക്കുവാൻ വെമ്പല് കൊള്ളുന്ന കാലത്ത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം യേശുവിലുള്ള വിശ്വാസമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. 2022 ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നു, അന്ന് ഈ വിദേശത്തേക്കുള്ള കൊടിയേറ്റമൊക്കെ ആരംഭിച്ചത് കാലമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു